അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടൈമിൽ വൈറ്റ് ഹൗസിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഒരുപാട് പ്രസ്താവനകൾ നടത്തി. ഈ പ്രസ്താവനകളിൽ പലതും ഇസ്രായേൽ എന്ന് പറയുന്ന അമേരിക്കയുടെ സഖ്യകക്ഷിക്ക് ഏറെ ഗുണം ചെയ്യുന്നതും പ്രതീക്ഷകൾ നൽകുന്നതുമാണ്. അത്തരം ചർച്ചകളിൽ പലതും ഇന്ന് വെള്ളത്തിൽ വരച്ച വര പോലെയായി തീർന്നില്ലേ എന്ന് നമുക്ക് ചിന്തിച്ചാൽ തെറ്റെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇത്തരം പ്രസ്താവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നായിരുന്നു ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാം അവസാനിപ്പിക്കുക. 2015 ആണവ കരാറിൽ പറഞ്ഞിട്ടുള്ളതായിട്ടുള്ള അത്രയും പെർസെൻറ്റേജ് മാത്രം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഒരു തരത്തിലേക്ക് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം താഴ്ത്തിക്കൊണ്ടുവരിക എന്നുള്ളതും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു. ഈ പ്രഖ്യാപനം നിവൃത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള പ്രതികരണങ്ങളും നീക്കങ്ങളും ഒക്കെ ഇതിനകത്തുണ്ടായിരുന്നു. ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം പറഞ്ഞു: ഇറാൻ അമേരിക്കയുമായിട്ട് ആണവ നിരായുധീകരണ ചർച്ചയ്ക്ക് വരുന്നില്ല എങ്കിൽ ഇറാന്റെ ആണവ നിലയങ്ങളുടെ മേൽ അമേരിക്ക ശക്തമായ രീതിയിലുള്ള ആക്രമണം നടത്തും. ഇറാന്റെ മണ്ണിൽ ഇറാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിമാരകമായിട്ടുള്ള ആക്രമണം നടത്തുമെന്നുള്ളൊരു ഭീഷണി പെന്റഗന്റെ ഭാഗത്തുനിന്നും ടെഹ്റാന് നൽകുകയുണ്ടായി, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്നും ടെഹ്റാന് നൽകുകയുണ്ടായി. അപ്പോൾ ഈ ആണവ കരാറിന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇറാനെ ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്ഷണിച്ചുകൊണ്ട് മറ്റ് ഒരു ഇന്റർമീഡിയറ്റ് രാജ്യം ത്രൂ അമേരിക്കയുടെ ലെറ്റർ ഇറാന്റെ കൈകളിൽ എത്തി. ഇറാൻ പ്രാരംഭഘട്ടത്തിൽ ഈ ഒരു ലെറ്ററിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല. എന്നാൽ ആഴ്ചകൾക്ക് ശേഷം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖൊമേനി അദ്ദേഹം ഈ ലെറ്ററിന് മറുപടി കൊടുത്തു. ഒമാൻ ത്രൂ. ഒമാൻ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലും ഇറാനും ഇടയ്ക്കുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒരു രാജ്യമാണ്. എന്നുവെച്ചാൽ പീസ് മേക്കിങ്ങിനായാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര ചർച്ചകൾക്കാണെങ്കിലും ഒമാനായിരുന്നു ഇന്ന് ഇടനിലക്കാരായിട്ട് നിൽക്കുക. 1970 ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ ഡയറക്റ്റ് നയതന്ത്ര ചർച്ചകളില്ല എന്നുള്ളതും നയതന്ത്ര ബന്ധമില്ല എന്നുള്ളതും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇറാന്റെ ഇസ്ലാമികമായിട്ടുള്ള അവരുടെ ആ ഒരു നവോത്ഥാനത്തിന് ശേഷം അമേരിക്കയുമായിട്ടുള്ള ഇറാന്റെ ബന്ധം വളരെ കലുഷിതമാണ്. ഇറാന്റെ ബദ്ധശത്രുവാണ് അമേരിക്ക. അതിനു മുമ്പിട്ട് ഇറാനും അമേരിക്കയും അതേപോലെ ഇസ്രായേലും ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത്, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ ഈ ഒമാൻ ത്രൂ അമേരിക്കയ്ക്ക് ആയത്തുള്ള ഖൊമേനിയുടെ ലെറ്റർ കിട്ടി. ഇറാനും അമേരിക്കയുമായിട്ട് ഒരു ഇൻഡയറക്റ്റ് ചർച്ചയാവാം. അത്തരം ചർച്ചകൾ വരുന്നു എങ്കിൽ ആ ചർച്ച ഇരു കൂട്ടർക്കും പ്രയോജനമുള്ളതായിരിക്കണം, അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത്. ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺ പ്രോഗ്രാമുകൾ പരിപൂർണമായിട്ടും അവസാനിപ്പിക്കുന്ന തരത്തിലല്ല, എന്നാൽ ചില നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ആ കാര്യത്തിനകത്ത് ഒരു ലഘൂകരണം കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു വെച്ചു. അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ചർച്ചയും രണ്ടാമത്തെ ചർച്ചയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ വെച്ച് നടത്തുകയുണ്ടായി. ഈ ചർച്ചകളൊന്നും ഒരു തരത്തിലുമുള്ള ഫലം കാണാതെ പോയി എന്ന് മാത്രവുമല്ല, അമേരിക്ക നിഷ്കർഷിച്ചതോ അമേരിക്കയുടെ വാണിംഗ് പ്രകാരമുള്ള യാതൊരു നടപടികളും ഇതുവരെയും ഇറാന്റെ മേൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും, ഇറാന്റെ മേലുള്ള ഒരു ആക്രമണം എന്നുള്ള ആ ഒരു കടുത്ത ഭാഷ മാറ്റി നയതന്ത്ര ചർച്ചയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുള്ള ട്രംപിന്റെ ഒരു പിന്മാറ്റം എന്തൊക്കെയോ സൂചനകൾ നൽകുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് രാത്രി ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ ശക്തമായിട്ടുള്ള വാണിംഗ് ഇറാന് കൊടുത്തിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഇസ്രായേലിനും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ലോക പോലീസും ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യവും ആയുധം കൊണ്ടും അധികാരം കൊണ്ടും ശക്തമായ ഒരു രാജ്യത്തിന്റെ പിന്തുണ ലഭിക്കുന്നത് എപ്പോഴും ഏതൊരു രാജ്യത്തിനും അത് വലിയ രീതിയിലുള്ള പ്രോത്സാഹനവും കരുത്തുമാണ്. അപ്പോൾ ഇസ്രായേലിന് അമേരിക്ക കൊടുത്ത പ്രതീക്ഷ അസാധുവായി പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വൈറ്റ് ഹൗസും ടെലവീവും തമ്മിലുള്ള ബന്ധം ഈ ഒരു വിഷയത്തോടനുബന്ധിച്ച് അത് കുറച്ച് അകലുന്നില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ആദ്യ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടൈമിൽ ജെറുസലേം ഇസ്രായേലിന്റെ ക്യാപിറ്റലായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ട്രംപ് അബ്രഹാമിക് അക്കോർഡ്സ് കൊണ്ടുവന്നു. അതിൽ UAE ഒപ്പിട്ടു. എന്നാൽ സൗദി അറേബ്യ അതിൽ പാർഷ്യലി ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷന് സാധിച്ചു.
ഇതെല്ലാം വലിയ തരത്തിൽ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിച്ചു. പ്രത്യേകാൽ ട്രംപുമായിട്ടുള്ള ഒരു ബന്ധം ഇസ്രായേല് വളരെ ശക്തമായ രീതിയിൽ അവിടം തൊട്ട് ഇങ്ങോട്ട് അത് കാത്തു സൂക്ഷിച്ചു പോന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇസ്രായേലിന്റെ വിഷയങ്ങളിൽ ട്രംപ് ഒരു പിന്നോക്കം പോയില്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുക എന്ന് പറയുന്നത് മേഖലയിൽ ഇസ്രായേലിന് വളരെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നതാണ്. കാരണം ഇറാന്റെ പ്രോക്സീസ് ആണ് ഇസ്രായേലിനെ ചുറ്റും കിടക്കുന്നത്. ഈ പ്രോക്സീസ് പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ തിരിച്ചു ശക്തമായ രീതിയിലുള്ള തിരിച്ചാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ഈ ആക്രമണങ്ങൾ ഈ പറയുന്ന പ്രോക്സീസ് പലപ്പോഴും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് അവർക്ക് ഉണ്ടാകുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള ഭയം ഇവരുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷാപാതപരമായിട്ടോ അല്ലെങ്കിൽ വൺ സൈഡഡ് ആയിട്ടോ ഉള്ള ന്യൂസ് അല്ല, ഇത് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺ കൈവശം വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പ്രോക്സീസിനെ ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നും മറ്റൊരു ലെവലിലേക്ക് മാറുകയും ഇസ്രായേലിനെ ഈ ഒരു ആണവായുധം വെച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത് മേഖലയെ വളരെ വലിയ രീതിയിലുള്ള അസന്തുലിതാവസ്ഥയിലും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടും എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇറാൻ ഒരു ആണവായുധ രാജ്യമാകാതിരിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ള തലത്തിൽ ഇതിനെ ഏത് രീതിയിലും നശിപ്പിക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇസ്രായേലിന് ഈ വിഷയത്തിന്മേലുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അമേരിക്കയുടെ ഒരു സ്വാധീനമില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഇറാന്റെ ഈ ആണവായുധ പദ്ധതികളുടെ മേലൊരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് കാലാകാലങ്ങളിലായി ഇസ്രായേൽ അതിൽ പല രീതികളിലുള്ള സൈനികമായിട്ടുള്ള നടപടികൾക്ക് വേണ്ടിയിട്ടുള്ള പഠനങ്ങളും രഹസ്യ അന്വേഷണവും ഒക്കെ നടത്തിപ്പോരുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു പിന്മാറ്റം എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. അപ്പോൾ ഇത് വൈറ്റ് ഹൗസും അതേപോലെ ടെലവീവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വല്ലാത്ത രീതിയിൽ ആടി ഉലയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യമായി കഴിഞ്ഞാൽ അവർക്ക് ഇസ്രായേലിനൊപ്പം അത്ര വലിയ ഭീഷണിയൊന്നും നേരിടാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് കഠിനമായ വെല്ലുവിളിയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ലോക രാജ്യങ്ങൾക്കറിയാം. കാരണം ഇറാന്റെ ബദ്ധ ശത്രുവാണ് ഇസ്രായേൽ. അപ്പോൾ ഇതിന്റെ ഒരു മുഴുവൻ റീസണുകളെ നമ്മൾ നിർത്താൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയും പല കാര്യങ്ങളെ തൊട്ട് ഉണർത്തി സംസാരിക്കേണ്ടതായിട്ടും വരും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരം ഇൻസിഡന്റുകൾ വരുന്ന സമയത്ത് അതുമായി ചേർത്ത് വെച്ച് അത്തരം കാര്യങ്ങളെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിന്റെ ഒരു ബിബ്ലിക്കൽ ടേംസും കൂടി പറയുകയാണെങ്കിൽ അവസാന നാളുകളിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതും നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം, ലോക രാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിന് എതിരായി തരുന്ന ഒരു സാഹചര്യം, പല രാജ്യങ്ങൾ കൂട്ടം ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സാഹചര്യവും, ഇതിനെപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ കൃത്യമായി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അത്തരം ഒരു ഏകാന്തമായ ഒരു അനുഭവം ഇസ്രായേലിൽ ഉണ്ടാകും. ശത്രുക്കളെ തനിച്ച് നേരിടേണ്ടതായിട്ടുള്ള സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടാകും എന്നുള്ളത് 1948 മെയ് 14 ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം രൂപീകൃതമാകുന്നത്. ആ സമയം തൊട്ട് ഇന്നയോളം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് അമേരിക്ക. പല രാജ്യങ്ങളും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധവും അതേപോലെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നെങ്കിലും അമേരിക്കയെ പോലെ ഇത്ര വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഇസ്രായേലിന് അമേരിക്ക മാത്രമാണുള്ളത്. അപ്പോൾ ഈ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലുമായിട്ട് അകലുന്ന പല കാര്യങ്ങളിലും ഇവർ തമ്മിലുള്ള ആശയങ്ങളിൽ പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വൈറ്റ് ഹൗസിന്റെ താല്പര്യം മറ്റൊന്നാണെങ്കിൽ അതേപോലെ ടെലവീവിന്റെ താല്പര്യം അത് വേറെ ഒന്നാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് മുമ്പോട്ട് പോകാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഊരിത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ ഇറാനുമായിട്ട് അമേരിക്ക നടത്തുന്ന ഈ ഒരു ചർച്ചകൾ ഒന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്കൊട്ടും അഭിലഷണീയമായി തോന്നുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഇറാന്റെ മേലൊരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് ടെലവീവ് കൃത്യമായ രീതിയിലുള്ള സൈനിക സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടത്തി ഒരു ആക്രമണത്തിന് വേണ്ടി മുമ്പിട്ടിറങ്ങിയതാണ്. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിനെ ബ്ലോക്ക് ചെയ്തു. ട്രംപ് അതിനെ ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ പല പ്രമുഖമായിട്ടുള്ള ഒഫീഷ്യൽസും ഇപ്പോൾ നൽകുന്ന ഒരു റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ ഇസ്രായേൽ ഇറാന്റെ ഈ പറയുന്ന ആണവായുധ പദ്ധതികളുടെ മേൽ അല്ലെങ്കിൽ അവരുടെ ആണവ നിലയങ്ങളുടെ മേൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഉണ്ട്. സാധ്യതയല്ല, അതൊരു ഉറപ്പായുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് കൺഫേംഡ്.
അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു ആക്രമണത്തിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് അമേരിക്കയുടെ താല്പര്യത്തിനും അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളുടെയും ആയിട്ട് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് തലത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഒരു തൃശങ്കുവിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ട്രംപ് തന്റെ വൈറ്റ് ഹൗസിലേക്കുള്ള യാത്രയിൽ ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള പല മോഹന വാഗ്ദാനങ്ങളും അദ്ദേഹം ഇപ്പോൾ വിഴുങ്ങിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഘട്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിൽ വന്ന് സംജാതമായിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ഒരു അന്തിമ യുദ്ധ നാളുകളിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രംപിന്റെ പല നയങ്ങളും ഇപ്പോൾ പല രീതികളിൽ പാളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ കേസിൽ നമ്മൾ പറഞ്ഞു, നേരത്തെ നമ്മുടെ വീഡിയോകളിലൊക്കെ പറഞ്ഞു, ട്രംപിന്റെ നിലപാടുകളും അദ്ദേഹത്തിന്റെ നയവും ഒക്കെ നല്ല രീതിക്ക് പാളിയിട്ടുണ്ട്. ഇനി അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ട്രംപിന്റെ പല നയങ്ങളും ഇപ്പോൾ വളരെ വലിയ ജനരോക്ഷത്തിനും അതേപോലെ എതിർപ്പിനും കാരണമായി തീർന്നിരിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന്റെ വ്യാപാര യുദ്ധത്തിനും നമ്മൾ വളരെ വലിയ രീതിയിൽ നിഴലിച്ച് കണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വിദേശ നാടുകളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെ വിഷയത്തിലും അതേപോലെ വിദേശ വിദ്യാർത്ഥികളുടെ വിഷയത്തിലും ഒക്കെ ഒരുപാട് രീതിയിലുള്ള ഡീപ്പോർട്ടേഷൻ നടപടികളും അല്ലെങ്കിൽ ഇത്തരം വിദേശ വിദ്യാർത്ഥികൾക്കും വിദേശ പൗരന്മാർക്കുമെതിരെ ശക്തമായ നടപടിയായിരുന്നു അമേരിക്കയുടെ ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ ഇത്തരം നടപടികൾക്കെതിരെ ഇപ്പോൾ അമേരിക്കയുടെ സുപ്രീം കോടതി തന്നെ ചെക്ക് വെച്ചിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെനിസുലിയൻ സ്റ്റുഡൻസിനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിനോടനുബന്ധിച്ച് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധത്തിന്റെ അവസാന ഘട്ടം എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യുദ്ധകാല അടിസ്ഥാനത്തിൽ അത്തരം നടപടികൾക്ക് അമേരിക്കയുടെ പരമോന്നത കോടതി ഇപ്പോൾ സ്റ്റേ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വ്യാപാര യുദ്ധത്തിൽ അമേരിക്ക പലർക്കും ടാരിഫുകളിൽ ഡബിളിംഗ് വരുത്തിയെങ്കിൽ ആ ഡബിളിംഗ് ഒക്കെ ഒഴിവാക്കി പലരുമായിട്ട് ഇപ്പോൾ ചർച്ച നടത്താം, രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്താം എന്നുള്ള തരത്തിലേക്കും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ പാളി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ട്രംപിന് എന്തൊക്കെയോ പറ്റിയിരിക്കുന്നു. ട്രംപിന്റെ തീരുമാനങ്ങൾ എല്ലാം ഇപ്പോൾ അവതാളത്തിലാകുന്നു. അമേരിക്കയെ അതിനെ വീണ്ടും അതിന്റെ പ്രതാപകാലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും, അല്ലെങ്കിൽ അമേരിക്കയെ മേക്ക് ഗ്രേറ്റ് അഗൈൻ എന്നുള്ള ആ ഒരു പ്രഖ്യാപിത സ്ലോഗൻ പോലും ഇപ്പോൾ പരാജയപ്പെട്ടു പോകുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യ ടൈമിൽ ഇറാനുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് ട്രംപ് പിന്മാറിയത് ഇറാന് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് മാത്രവുമല്ല, പല രീതിയിലുള്ള ഇന്റർനാഷണൽ സാങ്ഷൻസ് ഇറാന്റെ മേൽ അമേരിക്ക നടത്തിയെങ്കിലും പിൻവാതിലുകളിൽ കൂടിയുള്ള എണ്ണയുടെ കച്ചവടവും ആയുധ കച്ചവടത്തിലൂടെയൊക്കെ ഇറാൻ ആ ഒരു സാങ്ഷൻസിനെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിച്ച് മുമ്പോട്ട് പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ സെക്കൻഡ് ടൈമിലും അദ്ദേഹത്തിന്റെ പല ഇത്തരം രീതിയിലുള്ള പോളിസീസും ലോകരാജ്യങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണെന്ന് ഉള്ളത് ട്രംപിന്റെ ഇത്തരം നടപടികൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കും. എന്തിനു പറയാം, അമേരിക്കയുടെ എക്കാലത്തെയും ഉറ്റ ചങ്ങാതിമാരായ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പോലും ട്രംപിനെതിരെ പടയൊരുക്കം നടത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിന് മുമ്പിൽ ഏകദേശം ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ എന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആ 1948 തൊട്ട് ഇങ്ങോട്ടുള്ള ബന്ധം പതിയെ 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 അകൽന്നു തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചങ്കും കരളുമായിട്ട് ഇന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ ബന്ധം പല രീതികളിലും പരസ്പര താല്പര്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും പ്രവൃത്തികളുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നെത്തി നിൽക്കുന്നത് ഇത്രയേ ഉള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും വളരെ വലിയ ഫ്രണ്ട്സാണ്, ഭായി പോലെയാണ്. അപ്പൊ ഈ ഭായിമാർ തമ്മിൽ അകലുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ട്രംപ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇറാൻ ഒരു ആണവായുധ രാജ്യമാകാതിരിക്കുക, ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുക. അവരുടെ ഒരു ആണവ പ്രോഗ്രാമിന് ഒരു ഹോൾട്ടിംഗ് കൊടുക്കുക എന്നുള്ളതല്ല ഇസ്രായേലിന്റെ താല്പര്യം. ഇസ്രായേലിന്റെ താല്പര്യം അതിനെ പരിപൂർണമായി നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ട്രംപ് എടുക്കുന്ന നയം 2015 ആ ഒരു ആണവ കരാർ, ആ ഒരു ഡീല് പോലെ തന്നെ ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഇത്ര പെർസെൻറ്റേജ് ആക്കി മാത്രം കുറയ്ക്കുക എന്നുള്ള, അത് 3.678 സംതിങ് ആണ്, അതിലേക്ക് താഴ്ത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ രണ്ട് രീതിയിലാണ് പോകുന്നത്. ഇതെല്ലാം വലിയ രീതിയിൽ ഇത്തരം നേതാക്കന്മാരുടെയും രാജ്യങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തൊക്കെ നിങ്ങളുടെ വിലയേറിയ കമന്റ് അറിയിക്കുക.
ഇത് പക്ഷാപാതപരമായിട്ടുള്ള വീഡിയോ ആണെന്നും പറഞ്ഞ് ആരും വരരുത്. പക്ഷാപാതപരമായിട്ട് ആരുടെ കാര്യത്തിലും എനിക്ക് പ്രത്യേക താല്പര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കേൾക്കുന്നത് യുക്തിക്കും ബുദ്ധിക്കും നിരക്കുന്നതാണെന്ന് തോന്നുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത്തരം ലോക വാർത്തകളുമായിട്ടുള്ള വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇനിയും നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ആവശ്യമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.